नम ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्दा श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्दा। हरे कृष्णा कृष्ण कृष्ण हरे हरे, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മൾക്ക് എങ്ങനെയാണ് ഭക്തിയുത സേവനം നമ്മളെ സഹായിക്കുന്നത് ഭഗവാനിലേക്ക് എത്താൻ? കാരണം ഭഗവാൻ ഭഗവത്ഗീതയിലും ഒക്കെ പറയുന്നുണ്ട്, ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഭഗവാനെ ശരിയായ രീതിയിൽ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരാൾ ഇപ്പോൾ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ഈ ഭൗതിക പ്രവർത്തനങ്ങളോട് താല്പര്യമുണ്ടായില്ല. ഒരാൾ ജീവിതകാലം മുഴുവൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ നാമങ്ങളോട് ഒരിക്കലും മടുപ്പുണ്ടാവാൻ സാധ്യമല്ല. എന്നാൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു ഭൗതിക നാമത്തോടോ അല്ലെങ്കിൽ ഭൗതിക വിഷയങ്ങളിലോടോ നാമമൊക്കെയാണ് ഉരുവിടുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് വേഗത്തിൽ മടുപ്പ് തോന്നും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ കഥകളൊക്കെ നമ്മൾ വൃന്ദാവനത്തിലെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓരോ വട്ടവും കേൾക്കുമ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നത് പോലെ ആ സന്തോഷത്തോടെയല്ലേ നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോഴും തീർച്ചയായും ആ ഒരു ആനന്ദം, ആ ഒരു സന്തോഷം അത് തുടക്കത്തിൽ നമ്മൾ അനുഭവിക്കണം എന്നില്ല. പക്ഷേ അത് ജപിച്ച് വരുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ആ സന്തോഷം തോന്നും. കാരണം നമ്മൾ കൃഷ്ണനെക്കുറിച്ചാണ് പറയുന്നത്, അവിടെ കൃഷ്ണൻ്റെ നാമമാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ എപ്പോഴും ആനന്ദത്തിലാണ്. കൃഷ്ണൻ എപ്പോഴെങ്കിലും വിഷമിച്ചിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭഗവാൻ എപ്പോഴും ഏതവസ്ഥയിലും ഒരുപോലെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ കൃഷ്ണനാമം ജപിക്കുമ്പോഴും അത് തന്നെയാണ് ശ്രീല പ്രഭുപാദി പറയുന്നത്, ജപിച്ച് സന്തോഷത്തിലിരിക്കുക എന്ന്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണൻ ആനന്ദത്തിലാണ്. അപ്പോൾ കൃഷ്ണൻ്റെ നാമം ജപിക്കുമ്പോൾ നമ്മൾ കൃഷ്ണനുമായിട്ടുള്ള ഒരു അടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. കൃഷ്ണനാമങ്ങൾ നമ്മൾ ജപിക്കും തോറും അയാൾക്കും അതിനോടൊരു കൂടുതൽ ജപിക്കണം എന്നുള്ളൊരു മനസ്സും വരും. ഇപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തിയുത സേവനത്തിലെ 2 കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രവണവും കീർത്തനവുമാണ്. അതാണ് പ്രാരംഭഘട്ടം. അടുത്ത പടിയാണ് എന്താണ്? സ്മരണ. കൃഷ്ണനെ എപ്പോഴും ഓർമ്മിക്കുക. ശ്രവണ കീർത്തനങ്ങളിൽ തന്നെ മുഴുകിയാൽ തന്നെ നമുക്ക് സ്മരണം സ്വാഭാവികമായിട്ട് വരും, അല്ലേ? നമ്മളെപ്പോഴും കൃഷ്ണ കഥകളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്മരണയിൽ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ ഭഗവാനെക്കുറിച്ച് വായിക്കുമ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴും ഒക്കെ ഒരു ദിവസം ഉടനീളം ഇങ്ങനെ ചെയ്തിരുന്നാൽ നമുക്ക് കൃഷ്ണസ്മരണയിൽ തന്നെയാണ്. അതാണ് വൃന്ദാവനവാസികളും സമാധിയിലാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അവർ സദാസമയം ഭഗവാനെ കാണുന്നു, ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യുന്നു, ഭഗവാന്റെ അവിടുത്തെ ഓരോ വാക്കും പാട്ട് പോലെയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് അവർ സദാസമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ഭഗവാന്റെ കഥകൾ ചർച്ച ചെയ്തും ഇരിക്കുന്നത് കൊണ്ട് അവർ സദാസമയം സമാധിയിൽ തന്നെയാണ്. നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. അതായത് കൃഷ്ണ അവബോധത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നശിക്കത്തില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൗതിക ലോകത്തിൽ ചിലപ്പോൾ ഒരാൾ ഒരു കെട്ടിടം പണിയുമായിരിക്കും, ഒരു വ്യവസായശാല കെട്ടുന്നു. പക്ഷെ അത് അയാൾക്ക് മുഴുപ്പിക്കാൻ സാധിച്ചില്ല. അയാൾ അതിനു വേണ്ടി ഒരുപാട് പണം ഒക്കെ നിക്ഷേപിക്കുന്നു. പക്ഷേ ആ നിർമ്മാണം പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരുന്നു. പണം മുഴുവൻ നഷ്ടപ്പെടുന്നു. ഇത് തിരിച്ചു കിട്ടുമോ? ഇല്ല. പക്ഷേ കൃഷ്ണാവബോധത്തിൻ്റെ വിഷയം അങ്ങനെയല്ല. കാരണം അയാളുടെ പ്രയത്നം പരിപൂർണതയിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ചെയ്തെടുത്തോളം പ്രവർത്തനം സ്ഥിരമായ ഒരു നേട്ടം തന്നെയാണ്. എവിടെ വെച്ച് അവസാനിപ്പിക്കുന്നോ അതുമുതൽ അടുത്ത ജന്മത്തിൽ ആരംഭിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്.
നമ്മൾ കൃഷ്ണാവബോധത്തിൽ പ്രവേശിച്ചവന് ഒന്നും നഷ്ടമല്ല. അതാണ് ഇന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെ, സാക്ഷാൽ ഭഗവാൻ തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതായത് ഈ പ്രയത്നത്തിൽ, അതായത് കൃഷ്ണൻ്റെ ഭക്തിയുത സേവനത്തിൽ ഒരു ഛേദവും സംഭവിക്കാനില്ല, ഒന്നും കുറയുന്നതുമില്ല. ഈ മാർഗത്തിൽ അല്പമെങ്കിലും പുരോഗതി ഉണ്ടായാൽ അത് നമുക്ക് നേട്ടം മാത്രമേ ഉണ്ടാവൂ എന്ന് ഭഗവാൻ ഉറപ്പിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പിന്നീട് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിൽ പരാജയം പ്രാപിക്കുന്നു, അതായത് ജയം പ്രാപിക്കുവാൻ കഴിയാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യോഗിയുടെ ഭാവിയെപ്പറ്റി അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അർജുന, മംഗളകരമായ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുന്ന ഒരു യോഗിക്ക് ഈ ലോകത്തിലും മറുലോകത്തിലും ഒരു നാശവും സംഭവിക്കില്ല. ഭഗവാൻ പിന്നീട് പറയുന്നു, പൂർണ്ണതയിൽ എത്തുവാൻ സാധിക്കാത്ത ഒരാൾക്ക്, ഒരു യോഗിക്ക് ഈ ജന്മത്തിൽ എവിടെ നിർത്തിയോ അവിടെ നിന്നും അടുത്ത ജന്മത്തിൽ തൻ്റെ കൃഷ്ണാവബോധ പ്രവർത്തനം പുനരാരംഭം ചെയ്യുവാൻ സാധിക്കും. അതായത് ഈ ജന്മത്തിൽ നമ്മൾ എത്രത്തോളം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നുവോ, എത്ര ശതമാനം ചെയ്യുന്നുവോ എങ്കിൽ അടുത്ത ജന്മത്തിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് തുടർന്ന് പ്രവർത്തിക്കാനുള്ളൊരവസരം ഭഗവാൻ തരും. എന്നാൽ ഭൗതിക സമ്പാദ്യങ്ങളുടെ കഥ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ജന്മത്തിൽ എന്തെല്ലാം ഭൗതിക നേട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയോ, എന്തൊക്കെ കഠിന പ്രയത്നം ചെയ്യുന്നു, എന്തിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇതെൻ്റെ വീടാണെന്ന് പറയുന്നു, വീട് കെട്ടിപ്പൊക്കുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ, ഇതൊക്കെ ചെയ്തെങ്കിലും അത് മുഴുവൻ ഈ മരണത്തോടു കൂടി തീരുമെന്നുള്ള കാര്യം പരമമായ സത്യമാണ്. അത് നമ്മളെല്ലാവരും അംഗീകരിച്ചേ മതിയാവൂ. ഇവിടെ നമ്മൾ കെട്ടിപ്പൊക്കിയതൊന്നും നമുക്ക് അടുത്തൊരു ജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ തീർക്കാം, അതുകൊണ്ട് ഈ ജന്മത്തിൽ നമുക്ക് കുറച്ച് ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. കാരണം കൃഷ്ണാവബോധം അടുത്ത ജന്മം കാത്തിരുന്നുകൊണ്ട് അപ്പോൾ നമുക്ക് ചെയ്തു തീർക്കാം എന്ന് വിചാരിക്കേണ്ട. കൃഷ്ണാവബോധം എന്ന ലക്ഷ്യം ഈ ജന്മത്തിൽ തന്നെ പൂർത്തീകരിക്കുവാൻ നാം പരമാവധി പ്രയത്നിക്കണം എന്നാണ് ശില പ്രഭുപാദജി പറയുന്നത്. ഭഗവാൻ എങ്ങനെ അത് ചെയ്യണമെന്ന് പറയുന്നു? എന്നെ തന്നെ മനസ്സുറപ്പിക്കൂ, എൻ്റെ ഭക്തനായിത്തീരൂ, എന്നെ ആരാധിക്കൂ, എന്നെ പ്രണമിക്കുക, എന്നാൽ നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് ഭഗവാൻ അർജുനനോട് സത്യം ചെയ്തു കൊടുക്കുകയാണ്. ഈ ഭഗവത്ഗീത മുഴുവൻ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അർജുനൻ ഭഗവാന്റെ ഭക്തനും സുഹൃത്തും ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഭക്തന് ഭഗവാൻ സത്യം ചെയ്തു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായും നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരും, നിനക്ക് ഇവിടെ ഒരു നഷ്ടവും സംഭവിക്കാനില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. നമ്മൾ കൃഷ്ണൻ്റെ അടുത്ത് പോവുക, എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ശൂന്യതയുടെ മുമ്പിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോലെ തന്നെ ഭഗവാനും ആകാരമുള്ളവനാണ്. ഭൗതിക ലോകത്ത് നമുക്കറിയാം, നമുക്കൊരു ശരീരമുണ്ട്, അതുപോലെ തന്നെ ഭഗവാനും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ നിത്യങ്ങളിൽ വെച്ച് നിത്യനാണ്, ചേതനയുള്ളവനിൽ വെച്ച് ചേതനയുള്ളവനാണ്. അദ്ദേഹം എല്ലാത്തിനെയും പരിരക്ഷിക്കുന്നവനുമാണ്. ജീവജാലങ്ങൾ പ്രദർശിപ്പിക്കുന്ന അഭിലാഷങ്ങൾ, ചേതനാലക്ഷണങ്ങളും ഈ പരംപിതാവിൻ്റെ അഭിലാഷങ്ങളുടെയും ചേതനാലക്ഷണങ്ങളുടെയും ഒക്കെ പ്രതിഫലനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് പരംപിതാവായ ഈശ്വരന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾക്കും ആ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കൃഷ്ണനെ ഒരിക്കലും ഈ ഭൗതിക ലോകത്ത് നമ്മൾ വരുമ്പോൾ ഭഗവാനെക്കുറിച്ച് മറക്കുന്നു. ഭഗവാൻ ആരാണ്, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം നമ്മൾ മറക്കുന്നു. പക്ഷെ കൃഷ്ണനെ വിസ്മരിക്കപ്പെടാത്ത ലോകമാണ് ആധ്യാത്മിക ലോകം. വേദഗ്രന്ഥങ്ങളിൽ ആധ്യാത്മിക ലോകത്തിന് നൽകിയിട്ടുള്ള നിർവചനം ഇതുതന്നെയാണ്. ആകയാൽ കൃഷ്ണൻ ഒരു നിമിഷമെങ്കിലും മറക്കാതിരിക്കത്തക്കവണ്ണം നാം നമ്മുടെ ഈ ജീവിതത്തിനെ ക്രമപ്പെടുത്തിയെടുക്കണം എന്നാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ കൃഷ്ണസേവനത്തിൽ നമ്മൾ ഇങ്ങനെ മഗ്നരായിരുന്നാൽ നമുക്കെപ്പോഴും കൃഷ്ണലോകമായ വൈകുണ്ഠത്തിൽ അഥവാ ഭഗവാന്റെ
വൃന്ദാവനത്തിൽ തന്നെ വസിക്കാൻ ഒരു അവസരം നമുക്ക് ലഭിക്കും. പക്ഷേ ഈ ഭൗതിക ലോകത്ത് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബോധമണ്ഡലം കളങ്കമായി തീർന്നിരിക്കുന്നു. അങ്ങനെ നാം ഈ ലോകത്തെ ഭൗതികമായും നരകമായും ഒക്കെ മാറ്റിയിരിക്കുന്നു. ഒരു ഭക്തന് തികച്ചും ശാന്തചിത്തനായിരിക്കാൻ സാധിക്കുമോ? സാധിക്കും. അത് ഗുരുക്കന്മാർ പറയുന്നത് അങ്ങനെയാണ്, ശാസ്ത്രങ്ങളും അങ്ങനെ തന്നെ പറയുന്നു. കേവലം കൃഷ്ണപ്രേമ ഭക്തിയോടുകൂടി ഭക്തനൊഴിച്ച് മറ്റെല്ലാവരും ആഗ്രഹമുള്ളവരാണ്. കൃഷ്ണനെ സേവിക്കുന്നത് കൊണ്ട് മാത്രം ഒരു ഭക്തന് ശാന്തചിത്തനായിരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ചില ശുദ്ധഭക്തൻ കൃഷ്ണൻ ഈശ്വരനാണോ എന്ന് പോലും ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയുണ്ട്. അവിടെ അവർക്ക് പ്രധാനം കൃഷ്ണനെ സേവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, കൃഷ്ണന്റെ സേവനം ചെയ്യുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ കൃഷ്ണൻ സർവശക്തനാണോ സർവവ്യാപിയാണോ എന്നൊന്നും ചില ശുദ്ധഭക്തർ അറിയാൻ ആഗ്രഹിക്കില്ല. വൃന്ദാവനത്തിലെ എല്ലാവരും, വൃന്ദാവനത്തിലെ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ബാലകന്മാരും ഗോപികമാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. കൃഷ്ണൻ ഈശ്വരനാണോ അല്ലയോ എന്ന കാര്യം അവർക്കറിയില്ല, അവരറിയാൻ ശ്രമിക്കുന്നതുമില്ല. പക്ഷെ അവർ അദ്ദേഹത്തെ നിരുപാധികം സ്നേഹിച്ചു, സേവനങ്ങൾ ചെയ്തു എന്നൊക്കെ. അവർ നമ്മൾ നോക്കുമ്പോൾ അവർ വേദാന്തികളൊന്നുമല്ല, അവർ യോഗികളുമല്ല, അവർ കർമ്മികളുമായിരുന്നില്ല. എന്നാൽ അവരൊക്കെ ഭയങ്കര സന്തുഷ്ടരുമായിരുന്നു. എന്തുകൊണ്ട്? കാരണം അവർ കൃഷ്ണനെ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നു എന്നത് മാത്രമല്ല, അവരെപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നു, ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു, ഭഗവാനെ നേരിട്ട് ദർശിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ തന്നെയാണ്. നമ്മൾ മായികമായ ഇവിടെ എന്തൊക്കെ കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ ഇവിടെ നേടിയാലും നമ്മൾ അതിനു വേണ്ടി കഠിനമായി ഇവിടെ അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ അതിലൂടെ ശാന്തി, സമാധാനം ഇവിടെ ലഭിക്കുക എന്നുള്ളൊരു കാര്യം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ സുഖമായി ജീവിക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ക്ലേശങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നതിനുള്ള ഒരു സ്ഥാനമാണ് ഈ ഭൗതിക ലോകമെന്നാണ് കൃഷ്ണൻ തന്നെ, സാക്ഷാൽ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഏറ്റവും ഉയർന്ന ലോകം തൊട്ട് ഏറ്റവും താഴ്ന്ന ലോകം വരെയുള്ള എല്ലാ സ്ഥാനങ്ങളും ദുഃഖങ്ങളുണ്ടെന്നും അവിടെയെല്ലാം ജനനമരണവും ഉണ്ടെന്നും ആവർത്തിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു. ദുഃഖാലയം അശാശ്വതം, ഈ ലോകം ദുഃഖപൂർണവും നശ്വരവുമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ശരിയാക്കി ഇവിടെ തന്നെ എല്ലാം സെറ്റിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളുമൊക്കെ പണമൊക്കെ സമ്പാദിച്ച് എല്ലാമൊക്കെ നേടിയെടുത്ത് ഇവിടെ നമ്മുടെ വീടൊക്കെ പണിഞ്ഞ് ഇവിടെ തന്നെ സുഖമായി കഴിയാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. എന്തുകൊണ്ടെന്നാൽ എന്തെങ്കിലും ഒരു ദിവസം വരും നമ്മൾക്ക് ഇവിടുന്ന് പോകേണ്ടതായിട്ടുള്ളൊരു ദിവസം. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോവുക എന്നൊരു കൽപ്പന നമുക്ക് തീർച്ചയായും ഉണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും എന്തിനാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്? നമ്മുടെ വീടല്ലേ, ഞാൻ ചെലവിട്ട് കെട്ടിപ്പൊക്കിയ വീടല്ലേ, എനിക്ക് ധനമുണ്ട്, ഉദ്യോഗമുണ്ട്, ചുമതലകളുണ്ട്, പിന്നെ നാം എന്തിനിവിടെ നിന്ന് പോകണം എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ പോകേണ്ടതായിട്ടൊരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈശ്വരനെ നേരിട്ട് കാണാനും സാധിക്കും. ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവർക്ക് ചിലപ്പോൾ അത് മൃത്യുവായി കാണാം, ഈശ്വരനെ മൃത്യുവായി കാണാം.
അതായത് ഹിരണ്യകശിപു കൃഷ്ണനെ കണ്ടത് മരണത്തിൻ്റെ രൂപത്തിലാണ്. എന്നാൽ ഭക്തപ്രഹ്ലാദനാകട്ടെ ഭഗവാനെ കണ്ടത് പ്രിയപ്പെട്ട ഭഗവാനായിട്ടാണ്. ഭഗവാനെ ഒരു ഭക്തർ കാണുന്നത് തങ്ങളുടെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയും ഒക്കെ ആയിട്ടാണ്. അവരെല്ലാത്തിലും ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഭക്തന് ഒരുവന് കൃഷ്ണനെ എങ്ങും കാണാം. എന്നെ എല്ലായിടത്തും കാണാൻ കഴിയുമെന്ന് ഭഗവാൻ പറയുന്നു. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുന്ന ജലത്തിൽ ഭഗവാൻ പറയുന്നു. ജലത്തിൻ്റെ ദാഹശമന ശക്തി ഭഗവാനാണെന്ന് പറയുന്നു. ചന്ദ്രനും സൂര്യനും ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ പറഞ്ഞാൽ കൃഷ്ണൻ എല്ലാത്തിലും വർത്തിക്കുന്ന പ്രാണശക്തിയാണെന്നും നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മളുടെ ഭക്തിയുടെ പുരോഗതിക്കനുസരിച്ച് നമുക്കത് മനസ്സിലാവും. ഭഗവാൻ ഭൂമിയുടെ ഗന്ധമാണെന്ന് പറയുന്നു. അഗ്നിയുടെ പ്രകാശമാണെന്നും ഭഗവാൻ പറയുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണൻ ഭഗവാനാണ്. തപസ്വികളുടെ തപസ്സും ഭഗവാനാണെന്ന് പറയുന്നു. ഈ പ്രപഞ്ചത്തിൽ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അവയുടെ എല്ലാം ആദിയും അന്തവും ഭഗവാനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നു, എന്നിൽ കവിഞ്ഞൊരു സത്യമില്ല അർജുന. എല്ലാ മണികൾ നൂലിൽ കോർക്കപ്പെട്ടതുപോലെ തന്നെ എല്ലാം എന്നിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കൃഷ്ണൻ എളുപ്പത്തിൽ ദൃശ്യനാണ്. പക്ഷേ യഥാർത്ഥ ഭക്തർക്ക് മാത്രമേ അത് ഭക്തിയുണ്ടെങ്കിൽ, ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ അതൊക്കെ സാധ്യമാവുള്ളൂ. ഭഗവാനിൽ അല്പമെങ്കിലും അസൂയയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാനെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ എന്നൊക്കെ എന്താണ് ഭഗവാൻ ചെയ്യുക അവരോട്? അദ്ദേഹം പറയുന്നു, തൻ്റെ മായയുടെ തിരശീല കൊണ്ട് ഭഗവാൻ മറച്ചു വെക്കും. സ്വയം അവർക്ക് വെളിപ്പെടുകയില്ല. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല. അവരുടെ മുൻപിൽ ഭഗവാന്റെ യോഗമായാൽ മറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇതൊക്കെ നമുക്ക് കൃഷ്ണപ്രേമം കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ദിവസവും നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടത്? നമ്മൾ നാമം ജപിക്കുക. ഭക്തിയുത സേവനം തുടങ്ങുന്നത് തന്നെ നാമജപത്തിലാണ്, ശ്രവണത്തിലും കീർത്തനത്തിലും. അങ്ങനെ ഇപ്രകാരം നമുക്ക് കൃഷ്ണനെ ദർശിക്കാൻ, എല്ലായിടത്തുമൊക്കെ ദർശിക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് ഉത്കണ്ഠ ഉണ്ടാകില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഈ ഉത്കണ്ഠ എപ്പോഴാണ് വരുന്നത്? എന്തുകൊണ്ടാണ് മരണാന്തരം തങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് ഒരു ഭക്തനറിയാം. കൃഷ്ണബോധം സ്വീകരിച്ചു കഴിഞ്ഞാൽ തനിക്ക് മറ്റൊരു ശരീരം സ്വീകരിക്കാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ലെന്നും ഒരു ഭക്തനറിയാം. താൻ മരണാന്തരം കൃഷ്ണസന്നിധിയിലേക്ക് തന്നെ പോകുമെന്നും ആ ഭക്തന് തീർച്ചയായും അറിയാം. കൃഷ്ണനെ പോലുള്ള സച്ചിദാനന്ദ വിഗ്രഹം ലഭിച്ചിട്ടില്ലെങ്കിൽ, ശാശ്വതവും ജ്ഞാനവും ആനന്ദവും നിറഞ്ഞ ശരീരം തനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ കൃഷ്ണസന്നിധിയിലേക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആർക്കും പോകാൻ കഴിയില്ല. അഗ്നിയായി തീരാതെ നമ്മൾക്ക് ശ്രീല പ്രഭുപാദ് പറയുന്നത്, അഗ്നിയായി തീരാതെ നമുക്ക് അഗ്നിയിൽ പ്രവേശിക്കാൻ സാധിക്കും. നാശമില്ലാത്ത സ്ഥിതി ചെയ്യുവാൻ സാധിക്കൂ. നാശമില്ലാത്ത സ്ഥിതി ചെയ്യുവാൻ സാധിക്കും. അതുപോലെ ആത്മീയമില്ലാത്ത ശരീരത്തോടു കൂടിയിട്ട് ഒരാൾക്ക് ആത്മീയ ലോകത്തേക്ക് പ്രവേശനം സാധ്യമല്ല. അതായത് ഭഗവാന്റെ കൂട്ടുകാരും മറ്റ് ഗോപികമാരും ചെയ്തതുപോലെ ആത്മീയ ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ കൃഷ്ണനോടൊത്ത് കളിക്കാനും എടുക്കാനും ഒക്കെ സാധിക്കുള്ളൂ. ഭഗവാന്റെ ലോകത്ത് ചെന്ന് ഭഗവാനോടൊപ്പം നിൽക്കണമെങ്കിൽ നമുക്ക് ആത്മീയമായ ശരീരം ഉണ്ടാവണം. ഇവിടെയുള്ള ശരീരമല്ല
വേണ്ടുന്നത്. വിശുദ്ധമായൊരു നിലയിലേക്കെത്തി കൃഷ്ണപ്രേമം നേടിയവർക്ക് മാത്രമേ ഭഗവാനുമൊത്തുള്ളൊരു ഭഗവാന്റെ ലോകത്ത് ഭഗവാനൊത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണോപബോധം ഇങ്ങനൊരു പദ്ധതി ആരും നിസ്സാരമായി കണക്കാക്കരുത് എന്നാണ് ശ്രീല പ്രഭുപാജിയുടെ എല്ലാവരോടുമുള്ള അഭ്യർത്ഥന. നമ്മളിവിടെ കഷ്ടപ്പെടുകയാണ്. അതായത് കഷ്ടപ്പെടുന്ന ഈ മാനവ ജനതയ്ക്ക് വേണ്ടി ഭഗവാൻ തന്നെ കാരുണ്യപൂർവ്വം നൽകിയിട്ടുള്ള നിരുപമമായ ഒരു ഉപഹാരമായിട്ട് വേണം ഇതിനെ നമ്മൾ കാണുവാൻ. എന്താണ് കൃഷ്ണോപബോധ പദ്ധതി? ഇങ്ങനെ നമ്മൾ ഭഗവാന്റെ ഭക്തിയുതം ത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്കതിനെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എപ്പോഴും എല്ലാവരും ആശങ്കയിലിരിക്കുന്നത് എന്തിനെക്കുറിച്ചിട്ടാണ്? മരണം അല്ലേ? ഈ ജനന മരണ മൃത്യു ജരാവ്യാധി ഒന്നും ആർക്കും തടുക്കാൻ സാധിക്കില്ലല്ലോ. ഇതിനെക്കുറിച്ചൊക്കെയാണ് എല്ലാവരും ഉത്കണ്ഠയോട് കൂടിയിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കൃഷ്ണോപബോധം അവബോധം നമ്മളിവിടെ കൃഷ്ണന്റെ സേവനത്തിൽ ഇരിക്കും തോറും, അതിൽ പുരോഗമിക്കും തോറും നമുക്ക് അങ്ങനെ ഒരു മരണ ഭയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മരണം കഴിഞ്ഞ് നമുക്ക് എന്താവും, നമ്മൾ എവിടെ പോകുന്നു, അങ്ങനെയുള്ള ഉത്കണ്ഠകളൊന്നും ഒരു ജീവാത്മാവിന് നമുക്കുണ്ടാവില്ല. അങ്ങനെയുള്ള എല്ലാ ഭയവും അസ്തമിക്കും എന്ന് തന്നെയാണ് ശ്രീല പ്രഭുപാദജി പറയുന്നത്. ഹരേ കൃഷ്ണ.